നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം പൂരം നക്ഷത്ര ജാതകർക്ക് 2024 സെപ്റ്റംബർ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായി സഞ്ചരിക്കുന്ന കാലമാണ്. കറുത്ത പക്ഷത്തിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥിതി വരുന്നത്. മാസാരംഭത്തിൽ സെപ്റ്റംബർ 2 കറുത്തവാവും, ഏകദേശം 2 കറുത്തവാവ് കഴിഞ്ഞു. 17, 18 തീയതികളായി പൗർണമിയും, അതായത് വെളുത്തവാവും സംഭവിക്കുന്നു. മലയാളികളുടെ ദേശീയ ഉത്സവമായ തിരുവോണം വരുന്നത് സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ്. വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ശനി. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലായിരിക്കും സഞ്ചാരം. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും ആയി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യവാരം വരെ ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുകയും അത് കഴിഞ്ഞാൽ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 23 ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കുന്നുണ്ട്. സെപ്റ്റംബർ 16 മുതൽ ബുധൻ മൗഢ്യാവസ്ഥയിലായിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ശുക്രൻ മാസാദ്യം നീച രാശിയായ കന്നിയിലായിരിക്കും. സെപ്റ്റംബർ 18 തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് പൂരം നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ വിവരിക്കുന്നത്. ഈ സമയത്ത് പൂരം നക്ഷത്ര ജാതകർക്ക് സഹജന ഗുണങ്ങളും സ്വതസിദ്ധമായ കഴിവുകളും വികസിക്കുന്ന ഒരു സമയമായിരിക്കും. നീതിബോധമുള്ളതും നീതിയുക്തമായതുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പറ്റുന്നതുപോലെ ശ്രമിക്കുകയും ചെയ്യും. ജന്മരാശിയിലെ ആദിത്യ സഞ്ചാരം ദേഹക്ലേശം എന്ന് പറയുന്നത് ആരോഗ്യക്കുറവ് എന്നുള്ള രീതിയിലും മനസമാധാനക്കുറവ് എന്നുള്ള രീതിയിലുമൊക്കെ കണക്കാക്കാവുന്നതാണ്. കൂടാതെ നിരർത്ഥകമായ അർത്ഥശൂന്യമായ യാത്രകൾക്കുമൊക്കെ ഇടവരുത്താൻ ഉള്ള സാഹചര്യമുണ്ട്. ലക്ഷ്യം കാണാൻ, ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ കഠിനാധ്വാനം, കൂടുതൽ ഊർജം ചെലവഴിക്കപ്പെടേണ്ട ഒരു സമയമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ കൂടുതൽ ചുമതലകൾ വന്നു ചേരുന്നതായിരിക്കും. പ്രവൃത്തി കൂടുതലായും നിരതത്വമേറിയതും സ്വാശ്രയ ബിസിനസ്സിൽ ഏർപ്പെട്ടവർക്ക് സാമാന്യമായ പുരോഗതി ദൃശ്യമാകുന്നതുമായിരിക്കും. ആഘോഷങ്ങളിൽ കുടുംബത്തോടൊപ്പം ഒന്നിക്കാൻ കഴിയുന്നൊരവസരമുണ്ടാകും. ചൊവ്വയുടെ സ്ഥാനം അനുകൂല സ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഒപ്പം ഉള്ളവരെ, സഹപ്രവർത്തകരെ അല്ലെങ്കിൽ കൂടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സുസാധ്യമാവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും എന്നത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ രീതിയിലാണ് സെപ്റ്റംബർ 2024 ഈ ഓണക്കാലത്ത് പൂരം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിലേക്ക് വരുന്ന ശുഭവും അശുഭങ്ങളുമായ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായി രേഖപ്പെടുത്തുക.
എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.